അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തുമൈനീന 30 ഡേയ്സ് മെൻ്റൽ പീസ് ചാലഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഭൂരിഭാഗം ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അമിത ചിന്ത അഥവാ ഓവർ തിങ്കിങ്. രാത്രി കിടന്നാൽ ഉറക്കം വരാതെ, കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച്, അതല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നോർത്ത് ഭയന്ന് മനസ്സിൻ്റെ സമാധാനം കളയുന്ന ഒരവസ്ഥ. ഒരു ട്രെയിനർ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാനൊരു കാര്യം പറയാം. ചിന്തിക്കുന്നതൊക്കെ നല്ലതാണ്, അത് നമ്മളെ ജീവിക്കാൻ സഹായിക്കും. എന്നാൽ അമിതമായി ചിന്തിക്കുന്നത് ഒരു തടവറ പോലെയാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയ തടവറ. ഇതിനെ ഇസ്ലാമിക ആത്മീയതയിലൂടെയും മനഃശാസ്ത്രത്തിലൂടെയും എങ്ങനെ മറികടക്കാം എന്ന് 5 ലളിതമായ വഴികളിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത്, എന്താണ് അമിത ചിന്തയുടെ സൈക്കോളജി? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത്? അതിന് സൈക്കോളജി പറയുന്നത്, നമ്മുടെ മനസ്സിന് ഒരു കാര്യത്തിലും നിയന്ത്രണമില്ല എന്ന് തോന്നുമ്പോഴാണ് അത് കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ഒന്നുകിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്ത അഥവാ പാസ്റ്റ്, അന്ന് ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ അയാളെന്നോട് അത് പറയേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ. അതുമല്ലെങ്കിൽ ഭാവി കാലത്തെക്കുറിച്ചുള്ള ചിന്ത, ഫ്യൂച്ചർ. നാളെ എനിക്ക് ജോലി നഷ്ടപ്പെടുമോ? എൻ്റെ കുട്ടികളുടെ ഭാവി എന്താകും? അതുമല്ലെങ്കിൽ എനിക്ക് വല്ല രോഗം വരുമോ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ഇതിനെ കൃത്യമായി വിലക്കുന്നുണ്ട്. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? അത് ഹസൻ, വിഷാദം, ഖൗഫ്, ഭയം എന്നിവയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിങ്ങളെ വിഷമിപ്പിക്കാനും വരാനിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളെ ഭയപ്പെടുത്താനും പിശാച് നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ടുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടത്. അമിത ചിന്തയെ മാറ്റാനുള്ള 5 ലളിതമായ വഴികൾ. ഇത് ഓരോന്നായി ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തത്, തവക്കുൽ. തവക്കുൽ എന്ന മൈൻഡ് സെറ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് തവക്കുൽ. സൈക്കോളജിയിൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നിയന്ത്രണമില്ലാതെ കാര്യങ്ങളെ വിട്ടുകളയുക. ഇസ്ലാം ഇതിന് തന്ന പേരാണ് തവക്കുൽ. നിങ്ങൾ പരമാവധി ശ്രമിക്കുക, ബാക്കി അള്ളാഹുവിൽ ഏൽപ്പിക്കുക. നാളെക്കുറിച്ച് ഓർത്ത് ഭയക്കുമ്പോൾ മനസ്സിനോട് പറയുക, എൻ്റെ നാളെയെ നിയന്ത്രിക്കുന്നത് എന്നേക്കാൾ എന്നെ സ്നേഹിക്കുന്ന റബ്ബാണ്, അവൻ എല്ലാം നന്മയാക്കും. ഈ ഒരു ചിന്ത വരുമ്പോൾ തന്നെ മനസ്സിന്റെ ഭാരം പകുതി കുറയും. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ 5 മിനിറ്റ് റൂൾ, 5 മിനിറ്റിന്റെ നിയമം. നിങ്ങളെ ഒരു ചിന്ത വല്ലാതെ അലട്ടുകയാണെങ്കിൽ സൈക്കോളജിയിലെ ഈ ട്രിക്ക് ഉപയോഗിക്കാം. ആ ചിന്തയെക്കുറിച്ച് ചിന്തിക്കാൻ സ്വയം ഒരു 5 മിനിറ്റ് സമയം കൊടുക്കുക. ഒരു പേപ്പറും പേനയും എടുത്ത് ആ വിഷമം എഴുതി വെക്കുക. 5 മിനിറ്റ് കഴിഞ്ഞാൽ, ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല, കാരണം ഇതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുക. ആ പേപ്പർ മടക്കി വെക്കുക, മനസ്സിനെ വേറെ എന്തെങ്കിലും തിരക്കിലാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, ദിക്ർ. മനസ്സിനുള്ള മെഡിറ്റേഷൻ. ഇതിന് സൈക്കോളജിയിൽ സ്പിരിച്വൽ ഗ്രൗണ്ടിങ് എന്ന് പറയും. മനസ്സ് കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ ശ്വാസം നന്നായി ഉള്ളിലേക്കെടുത്ത് ശാന്തനാവുക. ഖുർആൻ പറയുന്നു, അള്ളാഹുവിനെ സ്മരിക്കുന്നവരിലൂടെ മാത്രമാണ് മനസ്സുകൾക്ക് ശാന്തത ലഭിക്കുന്നു എന്നത്. സൂറത്ത് അറാദിൽ പറയുന്നുണ്ട്, അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. വിശ്വസിച്ചവരും അള്ളാഹുവിന്റെ സ്മരണയിലൂടെ അവരുടെ ഹൃദയങ്ങൾ ശാന്തി പ്രാപിക്കുന്നവരാണവർ. അറിയുക, അള്ളാഹുവിന്റെ സ്മരണയിലൂടെ അല്ലാതെ ഹൃദയങ്ങൾക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുകയില്ല. ദിക്റിൽ രണ്ടാമതായി, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് ആവർത്തിച്ചു ചൊല്ലുക. കഴിഞ്ഞ കാല തെറ്റുകളെക്കുറിച്ചുള്ള അമിത ചിന്തയ്ക്ക് ഏറ്റവും മികച്ച മരുന്നാണ് ഇസ്തിഗ്ഫാർ. അതിൽ തന്നെ മൂന്നാമതായി, ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ്, എനിക്കൊന്നിനും കഴിയില്ല, എല്ലാം അള്ളാഹുവിന്റെ കഴിവിലാണ് എന്ന പ്രഖ്യാപനമാണിത്.
ഇനി 4-മത്തെ കാര്യം, ചിന്തകളെ ആക്ഷനാക്കി മാറ്റുക. ആക്ഷൻ ഓവർ തിങ്കിങ്. ഓവർ തിങ്കിങ് എപ്പോഴും നമ്മൾ ഒരേ സ്ഥലത്തിരുത്തും. അലസമായി ഇരിക്കുമ്പോഴാണ് ചിന്തകൾ കൂടുന്നത്. വെറുതെ ചിന്തിക്കാതെ ഇത് പരിഹരിക്കാൻ എനിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കുക. ചെറിയ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് എടുക്കുക. ഒന്നെങ്കിൽ വീട് വൃത്തിയാക്കുക, അതുമല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. ശാരീരികമായ ആക്റ്റീവ് ആകുമ്പോൾ ബ്രെയിൻ ഓവർ തിങ്കിങ്ങിൽ നിന്ന് ഒരു പരിധിവരെ നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കും. 5-മതായി, ഇന്നിൽ ജീവിക്കുക, അതായത് ലിവ് ഇൻ ദ പ്രസന്റ്. പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മനോഹരമായ പ്രാർത്ഥനയുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരം നമ്മൾ ഓതേണ്ട ദുആ: അല്ലാഹുവേ, ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതായത് കഴിഞ്ഞ കാലത്തെ ദുഃഖവും ഭാവി കാലത്തെ ഭയവും എനിക്ക് തരരുതേ എന്നാണ്. നിങ്ങൾക്കിപ്പോൾ ഈ നിമിഷം ജീവിക്കാൻ അള്ളാഹു തന്നിട്ടുണ്ട്. അതിന് നന്ദി പറയുക, അൽഹംദുലില്ലാഹ്. എന്നിട്ട് ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കുക. ഇനി ഇന്നത്തെ ഈ സീരീസിൽ നിങ്ങൾക്കുള്ള പ്രാക്ടീസ് അഥവാ ടാസ്ക് എന്ന് പറയുന്നത്, ഈ സീരീസിൻ്റെ പ്രത്യേകത നമ്മൾ വെറുതെ കേൾക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ്. 1-മത്തത്, ഇന്ന് രാത്രി കിടക്കാൻ നേരം എപ്പോഴത്തെയും പോലെ ചിന്തകൾ വരികയാണെങ്കിൽ എഴുന്നേറ്റിരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. 2-മതായി, വുളൂ ഇല്ലെങ്കിൽ വുളൂ ചെയ്യുക. വുളൂ ചെയ്യുന്നത് മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കുമെന്ന് സൈക്കോളജിക്കാരായാലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 3-മതായി, 10 തവണ ആഴത്തിൽ ശ്വാസമെടുക്കുക. മനസ്സിൽ അൽഹംദുലില്ലാ എന്ന് മാത്രം ചിന്തിച്ച് ഉറങ്ങാൻ ശ്രമിക്കുക. അവസാനമായി നിങ്ങളടുത്ത് പറയാനുള്ളത്, അമിത ചിന്ത എന്നത് ഒരു ദിവസം കൊണ്ട് മാറിപ്പോകുന്ന ഒന്നല്ല. അതൊരു ശീലമാണ്. ആ ശീലത്തെ മാറ്റാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായത്തോടെ നമുക്കതിന് സാധിക്കും. മനസ്സിന് സങ്കടം വരുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഹൃദയമെടുപ്പ് നിയന്ത്രിക്കുന്ന റബ്ബ് നിങ്ങളുടെ ജീവിതവും മനോഹരമായി നിയന്ത്രിക്കും. നാളെ തുമൈനീന സീരീസിൻ്റെ 2-ാം ദിവസത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ പരമാവധി സുഹൃത്തുക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യുക. ഇതിൻ്റെ ടാസ്ക് പ്രാക്ടീസ് വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.